നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സന്ദർശിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നായ പെരിയാർ ടൈഗർ റിസർവ് തേക്കടിയാണ്. ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രകൃതി വിസ്മയം മനോഹരമായ തടാകവും സമ്പന്നമായ വന്യജീവി വൈവിധ്യവും കൊണ്ട് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. 1895 മീനപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് ഈ തടാകം രൂപം കൊണ്ടത്. തുടർന്ന് ഈ പ്രദേശം വന്യജീവി സങ്കേതമായും പിന്നീട് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ എത്തിയാൽ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പെരിയാർ തടാകത്തിൻ്റെ ബോട്ട് സഫാരി എന്ന് പറയുന്നത്. ഏകദേശം 1.5 മണിക്കൂർ നീളുന്ന ഈ യാത്രയിൽ കാട്ടാനകൾ, മാൻ, ഇന്ത്യൻ ബൈസൺ, നീർനായകൾ, നിരവധി പക്ഷികൾ എന്നിവയെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ കടവാളനെയും നമ്മളിപ്പോൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വന്യജീവികൾക്ക് പുറമെ പക്ഷികളും ഒരു പ്രധാന ആകർഷണമാണ്. ഏകദേശം 775-ലധികം ഇനം പക്ഷികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രേറ്റ് ഹോൺബിൽ, മലബാർ ഗ്രീൻ ഹോൺബിൽ, കിങ്ഫിഷർ, ഈഗർ, ഔൾ തുടങ്ങിയ നിരവധി ഇനങ്ങളാണ്. അതിനു പുറമെ സസ്യജാലങ്ങളും എവർഗ്രീൻ മരങ്ങൾ, സെമി എവർഗ്രീൻ മരങ്ങൾ, ഇലപൊലിയ മരങ്ങൾ, പുറമേടുകൾ, 1900-ലധികം പൂച്ചെടികൾ, 130-ലധികം ഓർക്കിഡ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പ്രധാനമായും ലഭിക്കുന്ന സർവീസുകൾ ബോട്ട് സഫാരി, ബാംബു റാഫ്റ്റിംഗ്, നേച്ചർ വാക്ക്, ജംഗിൾ ട്രക്കിംഗ്, ടൈഗർ ട്രെയിൽ, ബോർഡർ ഹൈക്കിംഗ്, പക്ഷി നിരീക്ഷണം എന്നിവയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പ്രധാനമായ സർവീസുകൾ ഒന്ന് ബോട്ടിംഗ് ആണ്. അത് 1.5 മണിക്കൂർ ബോട്ട് യാത്ര. ഈ യാത്രയിൽ നമ്മൾ വന്യജീവികളെ അടുത്ത് കാണുമ്പോൾ വളരെയേറെ നമ്മളെ സഹായിക്കുന്ന ഒരു യാത്രയാണ്. ഏകദേശം 285 രൂപയാണ് അബലത്തിന് അവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ ബോട്ടിംഗ് സമയം രാവിലെ 7:30, 9:30, 11:15, ഉച്ചയ്ക്ക് 1:45, 3:30 എന്നിങ്ങനെയാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ജാഗ്രതയുള്ള ട്രിപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലൂടെ നമുക്ക് സാധ്യമാകുമ്പോൾ വന്യജീവികളെ മാക്സിമം നമ്മൾ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ബോട്ടിംഗ് സമയം എന്ന് പറയുന്നത് രാവിലെ 7:30, 9:30, 11:15, ഉച്ചയ്ക്ക് 1:45, 3:30 ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ബോട്ട് യാത്രയിൽ ലൈഫ് ജാക്കറ്റ് വളരെ നിർബന്ധമാണ്. സേഫ്റ്റി വളരെ അത്യാവശ്യ ഘടകവുമാണ്. രണ്ടാമത്തെ സർവീസാണ് ബാംബു റാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവയിൽ വനത്തിലൂടെയുള്ള ട്രക്കിംഗ്, തുടർന്ന് തടാകത്തിൽ നിന്നും മുളച്ചങ്ങാരം ഉപയോഗിച്ചുള്ള റാഫ്റ്റിംഗ് ഉണ്ടാവും. പരിചയസമ്പന്നരായ ഗൈഡുകളോടൊപ്പം ഈ യാത്ര വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സഞ്ചാരികൾക്ക് നേടിക്കൊടുക്കുന്നത്. മൂന്നാമത്തെ സർവീസാണ് നേച്ചർ വാക്ക് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകമായും വനത്തിൻ്റെ ജൈവ വൈവിധ്യം അടുത്തറിയാൻ സഞ്ചാരികളെ സഹായിക്കുന്ന ഒരു പ്രത്യേക സർവീസാണ്. ഇതിൽ ഔഷധ സസ്യങ്ങൾ, മരങ്ങൾ, പക്ഷികൾ, ചിരജീവികൾ എന്നിവയെക്കുറിച്ച് ഗൈഡിൽ നിന്ന് നമുക്ക് വിശാലമായ ഒരു വിശദീകരണവും അവയുടെ ഹിസ്റ്ററിയും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നാലാമതായിട്ട് അവിടെയുള്ള ഒരു സർവീസാണ് ടൈഗർ ട്രെയിൽ എന്ന സർവീസ്. ഇത് ഏറ്റവും സാഹസികമായിട്ടുള്ള ഒരു പരിപാടികളിലൊന്നാണ്. ഇത് പ്രത്യേകമായി നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താലേ ഈ സർവീസ് നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാടിനുള്ളിൽ നമ്മൾ ക്യാമ്പ് ചെയ്ത് വന്യജീവികളെ നിരീക്ഷിച്ചു ഭക്ഷണം പാകം ചെയ്ത് പ്രകൃതി പഠനം വളരെ ആസ്വാദ്യമാക്കുവാനും ഈ ഒരു സർവീസ് നമ്മളെ സഹായിക്കുന്നു. സഞ്ചാരികൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഈ ഒരു സർവീസിലൂടെ നമുക്ക് അവൈലബിൾ ആവുന്നത്.
ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആണ് ഈ ടൈഗർ ട്രൈ എന്ന് പറയുന്ന ഒരു സർവീസ്. ഒരു സഞ്ചാരി എന്നുള്ള നിലയിൽ വളരെ ഹൃദ്യമായ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വന്ന് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ. താങ്ക് യു.